ഇമാം തബരി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന സംഭവം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൂക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു, ചന്തയിലൂടെ. സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ആണ് സംഭവം പറയുന്നത്. അദ്ദേഹം പറയാ, സൂക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ വടി ഉണ്ടാവും, ഏകദേശം ചാട്ടവാറ് പോലെയുള്ള ഒരു വടി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് മുമ്പിൽ ഈ സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഫഹഫകനി ഖഫഖതൻ, എന്നെ ഒന്ന് ചെറുക്കനിങ്ങനെ ഒന്ന് തട്ടി. പക്ഷെ ആ തട്ട് എൻ്റെ വസ്ത്രത്തിന്റെ ഒരു സൈഡിൽ മാത്രമേ കൊണ്ടുള്ളൂ. അത് എന്നോട് പറഞ്ഞു, അമി താനി തരീഖ്, വഴിയിൽ നിന്ന് മാറി നിൽക്കുക സഹോദര, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കടന്നുപോയി. സംഭവം അവിടെ അവസാനിച്ചു. അദ്ദേഹം തന്നെ തട്ടി, ഒന്ന് കുത്തി. ആ കുത്തൻ്റെ വസ്ത്രത്തിന്റെ ഒരു സൈഡിൽ മാത്രമേ തട്ടിയുള്ളൂ. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഞാൻ മാറി നിന്നു. അദ്ദേഹം അങ്ങ് കടന്നു പോവുകയും ചെയ്തു. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാം, അതിനുശേഷം കൃത്യം ഒരു വർഷം കഴിഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞു? 365 ദിവസം. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ വർഷത്തെ ഹജ്ജിന്റെ സമയമായപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ സലമ തുരീദുൽ ഹജ്ജ, സലമ നീ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നഅം അമീറുൽ മുഅ്മിനീൻ, പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് നേരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് 600 ദിർഹം തന്നു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജിന് ഈ വർഷം നീ പോകണം, ആ യാത്രക്ക് വേണ്ടിയിട്ട് ഈ പണത്തെ നീ ഉപയോഗപ്പെടുത്തുകയും വേണം, അതിന് വേണ്ടിയിട്ട് നീ ചെലവഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം, ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ഞാൻ സന്തോഷത്തോടു കൂടി തിരിച്ചു നടക്കുന്ന സമയത്ത് വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വഅലം സലമ, നീ അറിഞ്ഞോ, അന്നഹാ ബിൽ ഖഫഖത്തില്ലതി ഖഫഖ്തുക്, പണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ നിന്നെ ഒന്ന് തട്ടിയില്ലേ, ഒന്ന് കുത്തിയില്ലേ, ആ കുത്തിന് പകരാട്ടോ ഈ 600 ദിർഹം എന്ന് വിളിച്ചു പറഞ്ഞു. സലമാൻ റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് അത്ഭുതമായി. കാരണം ഞാനത് ഓർക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ ഒരു വർഷം കഴിഞ്ഞില്ലേ, എവിടെ ഓർമ്മ, വസ്ത്രത്തിൽ ചെറുക്കൊരു തട്ട് തട്ടിയത്. ഞാൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മാ ദകർതുഹ, അമീറുൽ മുഅ്മിനീൻ മഹാനവറുകളെ, എനിക്കത് ഓർമ്മയേ ഇല്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, വ അന മാ നസീതുഹ, നീ അത് ഓർക്കുന്നില്ലെങ്കിലും സഹോദര, ഞാൻ അതിന് ഇതുവരെയും മറന്നിട്ടില്ല കേട്ടോ. 365 ദിവസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹം മറന്നിട്ടില്ല. അത് പൊരുത്തപ്പെടിപ്പിച്ചു. എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ എങ്ങാനും നമ്മൾ മരിച്ചു പോയാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മുടെ കയ്യിൽ എത്ര വലിയ അമലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറേ തഹജ്ജുദ് നമസ്കാരമുണ്ട്, കുറേ നോമ്പുണ്ട്, ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, അതിലെന്തെങ്കിലും കുറവ് വന്നാൽ അള്ളാഹു അത് മാപ്പാക്കും. പക്ഷേ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അള്ളാഹു അത് മാപ്പാക്കില്ല, അയാൾ തന്നെ മാപ്പാക്കണം. അത് ഉമർ റളിയല്ലാഹു അൻഹു നന്നായി അറിയാം. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇബാദത്ത് കുറവാണോ? ആരാ ഉമർ റളിയല്ലാഹു അൻഹു? അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. 4 ഖലീഫമാരിൽ ഒരാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് എത്ര പ്രാവശ്യം ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ് റളിയല്ലാഹു അൻഹു എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇബാദത്തിന് ഒരു കുറവില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നന്നായി അറിയാം, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു അവിവേകം കാണിച്ച് അയാളുടെ പൊരുത്തമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിന്നാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് നന്നായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം 600 ദിർഹം കൊടുത്തിട്ട് അത് പൊരുത്തപ്പെടിപ്പിച്ചത്.